കോഴിക്കോടിന്റെ ചരിത്രത്തിന്റെ കാഴ്ചകളിൽ നിന്ന് ഇനി വർത്തമാനകാലത്തെ ചില അത്ഭുതങ്ങളിലേക്കാണ് യാത്ര പോകുന്നത്. നമുക്ക് കാക്കഞ്ചേരിയിലെത്തണം. കാക്കഞ്ചേരി മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോടിന് ചേർന്ന് കിടക്കുന്ന ഭാഗം. അവിടുത്തെ കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിരവധി നൂതന വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന കിൻഫ്രയുടെ ഒരു പാർക്ക്. കേരളം വ്യവസായത്തിന് അനുകൂലമല്ലെന്ന് നമ്മൾ പലപ്പോഴും പരിതപിക്കുമ്പോഴും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ശ്രീ സന്തോഷ് കുളങ്ങര അദ്ദേഹം ലോകയാത്ര നടത്തിയിട്ട് കേരളത്തിലും ഇതുപോലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാക്കഞ്ചേരി പാർക്കിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അത് ഇന്നത്തെ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞു, കാക്കഞ്ചേരി പാർക്ക് മാതൃകാപരമായി. ആ പാർക്ക് കിൻഫ്ര ഒന്നാം കരുണാകരൻ്റെ ഗവൺമെൻറ് UDFൻ്റെ ഞാൻ വ്യവസായ മന്ത്രിയായ 91 ഗവൺമെൻറ്റിന് ശേഷമാണ് അത് ശ്രീ ശശി തരൂരും പറഞ്ഞിട്ടുണ്ട് ചേഞ്ചസ് തുടങ്ങിയത്. എന്താണ് കേരളത്തിൻ്റെ വ്യവസായ പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് വളരെ സീരിയസ് ആയി ശ്രീ ചന്ദ്രശേഖർ എൻ്റെ കൂടെ അന്ന് വ്യവസായ സെക്രട്ടറിയായി വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത്. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചാണല്ലോ. കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം മേഞ്ഞിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി IT-യുടെ ഡെസ്റ്റിനേഷനാക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറിയത്. അതുപോലെ അക്ഷയ, നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തമായ അക്ഷയ. ഡിജിറ്റൽ കേരള ആയത് അക്ഷയ കൊണ്ടാണ്.